സർ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ട് വീണ വിജയന്റെ പേരിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. ഇഡി അന്വേഷണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ CMRL ശശിധരൻ കർത്തയുടെ ഡയറിയില് മാധ്യമങ്ങളുടെ പേരുണ്ട് എന്നുള്ളത് കൊണ്ടല്ലോ. അപ്പൊ ഈ മാധ്യമങ്ങളുടെ പേരിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ല. അപ്പൊ 16 കോടിയോളം വാങ്ങി എന്നാണ് പറയുന്നത്. ഈ മാധ്യമങ്ങൾ ഏതൊക്കെയാണ് സർ? അല്ല, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉം, കാരണം ഈ മാധ്യമങ്ങളൊക്കെ കൂടി കിടന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് സുതാര്യമാക്കണം, ഉം, ഈ വീണയുടെ കാര്യങ്ങൾ വന്ന് വിശദീകരിക്കണം, അവരുടെ കോൺട്രാക്ട് പുറത്തേക്ക് വിടണം, എന്തിനാണ് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണല്ലോ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ 136 കോടി രൂപയിൽ മാധ്യമങ്ങൾക്കും ഉം. കൂടാതെ ചില മാധ്യമ പ്രവർത്തകർക്കും കൊടുത്തേക്കുന്ന പണമുണ്ട്. അപ്പൊ അതാരൊക്കെയാണ് അതിൽ തുറന്നു പറയാത്ത എന്തായാലും? അതാണ് ഞാൻ അല്ല, ചോദിച്ചത്. അവിടെ ഏറ്റവും വലിയ കാര്യമുണ്ടല്ലോ, നമ്മളെങ്കിലും അത് ചോദിക്കണ്ടേ? എന്തായാലും കാശ് കിട്ടിയവരത് ചോദിക്കില്ലല്ലോ, കാരണം അവർ തുറന്നു പറയണമെന്ന് അവർ പറയില്ല, അല്ലെങ്കിൽ അവർ തുറന്നു പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും അത് എന്ന് പറയുന്നത് ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾക്കായിരിക്കും 5-10 കോടിയെ കൊടുത്തിട്ടുണ്ടാവും. ആയിരിക്കും? അല്ല, അല്ല. അപ്പൊ പിന്നെ ഏത് ചാനലായിരിക്കും? മുഖ്യധാരാ മാധ്യമങ്ങളാണ്. മുഖ്യധാര മാധ്യമങ്ങൾക്കും വലിയ പത്രങ്ങൾക്കും ആയിരിക്കും, അതെ, ഇല്ലേ? അതെ. അല്ലാതെ 136 കോടി രൂപയിൽ 16 കോടി രൂപ എന്തായാലും ഇവിടെയുള്ള മറ്റേ കാക്കക്കുയിൽ, നീലക്കുയിൽ, മഞ്ഞക്കുയിലൊന്നും വേണ്ടി വിതരണം ചെയ്യില്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക? പേര് പറയണ്ട, കാരണം പേര് പറഞ്ഞാൽ അത് ആളെ എന്ത് ചെയ്യും? അവർക്ക് ബുദ്ധിമുട്ടാവും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അത് വേണ്ട. 2 മാധ്യമങ്ങൾ ഇത് മേടിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഉം, 2 മാധ്യമം. ഒന്ന് ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നത് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ കിട്ടിയിട്ടുണ്ടാവില്ലെന്ന് നമുക്കും അറിയാം, കാരണം അവിടെ കിട്ടിയിരുന്നെങ്കിൽ പാവം നികേഷ് കുമാർ എന്ത് ചെയ്താണ്? ഇലക്ട്രിസിറ്റി ബില്ലെങ്കിലും അടച്ചേനെ. അപ്പൊ അവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിന് പ്രശ്നമില്ല. കൂടാതെ ആൻഡ് ഓഗസ്റ്റിൻ പറയുന്നത് ഞങ്ങൾക്ക് ഇതേവരെ കിട്ടിയിട്ടില്ലെന്നാണ്. അപ്പൊ അത് നമുക്ക് മുഖവിലൊക്കെ എടുക്കാം. പിന്നെ വേറെ തെളിവൊന്നും വേണ്ട. അപ്പൊ കിട്ടിയിട്ടില്ല എന്നുള്ളതിന് തെളിവൊന്നും കാണിക്കണ്ട. ഇതെന്തായാലും ഇവര് ഇനി പുള്ളിയുടെ ലിസ്റ്റിൽ ഇവരുടെ പേരുണ്ടാവില്ല. രണ്ടാമത് ഞാൻ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത് മീഡിയ വണ്ണിനാണ്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ജിംസ് തന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട്, ആ ജിംസിനെയൊക്കെ സ്വാധീനിക്കാൻ പോലും അന്ന്, അതായത് എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിരുന്നു, ശ്രമിച്ചിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഊഹിക്കാം. പിന്നെ ആർക്കൊക്കെ കിട്ടി? അതൊരു വലിയ ചോദ്യമാണല്ലോ. പിന്നെ മൂന്നാമത്തെ ഒരു ചാനൽ എന്ന് പറയുന്നത് ന്യൂസ് മലയാളത്തിനും കിട്ടിയിട്ടില്ല. ഇപ്പൊ കാരണം എന്ന് വെച്ചാൽ അവരുണ്ടായിരുന്നില്ലല്ലോ. അതെ, അവര് റീസെന്റ് ആയിട്ട് അതെ, വന്നതാണ്. അവർ റീസെന്റ് ആയിട്ട് വന്നതാണ്. അവർ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഏതൊക്കെ ചാനലുകൾക്ക് കിട്ടിയിട്ടുണ്ടാകാം? പ്രമുഖ മാധ്യമങ്ങളാണ് പിന്നെ നിൽക്കുന്നത്. പിന്നെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്ന് ഏഷ്യാനെറ്റ് ഉണ്ട്, ഉണ്ട്. ഒന്ന് മറ്റേ നമുക്കറിയാം തൊട്ട് സെക്കൻഡ് നിൽക്കണ ഈ പറഞ്ഞ 24 ന്യൂസ് ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, അതുപോലെയുള്ള മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ പ്രമുഖമായിട്ടുള്ള പത്രങ്ങളുണ്ട്, ന്യൂസ് 18 വരെയുള്ള മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ചിലപ്പോൾ 24 ന്യൂസും ഇല്ല, കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഉണ്ടാവില്ല. വെച്ചാൽ 24 ന്യൂസും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങിയതാണല്ലോ. അപ്പൊ ബാക്കി പിന്നെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും? ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ബാക്കി കിട്ടിയവരൊക്കെ ഞങ്ങൾ തുറന്നു പറ. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു, അപ്പൊ നമ്മുടെ സതീഷ് മേനോൻ മുഖ്യമന്ത്രി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും അന്തസ് വേണോട് അന്തസ് എന്ന് പറഞ്ഞല്ലോ, അത് അത്രയും അന്തസ്. ഇപ്പൊ ആൻഡ് ഓഗസ്റ്റ് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു, ആ ജിംസ് സ്വാധീനിക്കാൻ ശ്രമിച്ചു, അത്തരത്തിലുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം കിട്ടിയിട്ടില്ലെന്നാണ്, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയില്ലല്ലോ. അപ്പൊ അത്രയും ആളുകളെ നമുക്ക് വിടാം. ബാക്കിയുള്ള ഇത് ആർക്കൊക്കെയാണ് ഈ 16 കോടി രൂപ കിട്ടിയേക്കണം അതൊന്ന് പറഞ്ഞു. അല്ല അല്ല, ഞാൻ പറയണത് ആദ്യമേ തന്നെ നമ്മൾ ഈ പറഞ്ഞ പിണറായി വിജയന്റെ 2.25 കോടി രൂപ തേടി പോകുമ്പോ പ്രത്യേകിച്ചൊരു അന്വേഷണമുണ്ട്. കേരളത്തിൽ നിന്ന് വലിയ അഴിമതി നടത്തിയേക്കണ 179 കോടി രൂപ നമുക്ക് വേണ്ട. നമുക്ക് മറ്റേ 2,20,00,000 മതി. ശരിക്കും പറഞ്ഞാൽ 179 ഈ പറയുന്ന പോലെ 7-8 കോടി രൂപയുടെ വേറെ കണ്ടെത്തണം. കാരണം 50 ലക്ഷം രൂപ തിരിച്ചടിച്ച പണം കൂടിയാണ്. അപ്പൊ 2.22 കോടി വരുള്ളൂ. അപ്പൊ അതിൽ ഈ പറയുന്ന പോലെ പണം കണ്ടെത്തണം. ആ പണം കണ്ടെത്താൻ നമുക്ക് താല്പര്യമില്ല. അതൊക്കെ പോട്ടെ, ധാർമ്മികതയില്ലാത്ത വൃത്തികെട്ട ആളുകളാണെന്ന് വെച്ചാൽ നമുക്ക് തള്ളിക്കളയാം. കേരളത്തിന് അത് അറിയേണ്ട ആവശ്യമില്ല. അത് പോട്ടെ 170 കോടി രൂപ. എനിക്ക് അത് തന്നെ അത്ഭുതമാണ് കേട്ടാ. ഇപ്പൊ താങ്കളുടെ വീട്ടിൽ നിന്ന് പൂമുഖത്തിരിക്കുന്ന കിണ്ടി പോയി, അറ്റ് ദ സെയിം ടൈം താങ്കളുടെ വീട്ടിലെ 10 പവന്റെ മാലയും പോയെങ്കിൽ താങ്കൾ ഏത് കണ്ടുപിടിക്കണമെന്ന് ആദ്യം ആഗ്രഹിക്കും? മാല. അല്ലാതെ കിണ്ടിയുടെ പുറകെ ഓടില്ലല്ലോ.
അല്ല, കിഡ്നിയ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ കിഡ്നിയുടെ പുറകെ ചാടും. എനിക്കറിയില്ല. താങ്കളുടെ ഹസ്ബൻഡ് ചാടിയാൽ താങ്കൾ എന്ത് ചെയ്യും? ഹസ്ബൻഡിനെ എന്ത് ചെയ്യും? കൈകൊട്ടി അഭിനന്ദിക്കുമോ? കിഡ്നിയുടെ പുറകെ ചാടിക്കോ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ താങ്കൾ പറയാൻ പോണത് നമ്മുടെ പബ്ലിക് ഈ പറയുന്ന പോലെ വലിയ അഴിമതി എന്ന് പറയുന്നത് 182 കോടി രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ വീണ വിജയന്റെ പുറകെ ഓടിക്കോ. പക്ഷെ എന്നാലും ഒരാളെ വിട്, ബാക്കി 15 പേരോടും എന്ത് ചെയ്യാൻ പറ. ഈ 179 കോടിയുടെ പുറകെ ഓടാനല്ലേ പറയുള്ളൂ. ആണല്ലോ. അപ്പൊ ആ 179 കോടിയുടെ പുറകെ ഓടുന്നില്ല. അതിലും പരാതിയില്ല. ഞാനത് പിൻവലിച്ചു. കാരണം വെച്ചാൽ അതിൽ പരാതിയില്ല. പക്ഷെ എന്റെ ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ. എന്റെ ബലമായ സംശയം ഈ ധാർമ്മികതയും ഇവർക്കെതിരെ വാർത്തയും ഇതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങളിരുന്ന് ഇവർക്കെതിരെ വാർത്ത കൊടുക്കണേണ് ആര്? 2.25 കോടി മേടിച്ച ആൾക്കെതിരെ. അതിലൊരു പ്രശ്നമില്ലേ പ്രീത? 15 കോടി മേടിച്ചിരിക്കുന്നു, എന്നിട്ട് 2 കോടി മേടിച്ച് എനിക്കെതിരെ രതീഷ് നീ ചെന്ന് പ്രോക്കിത്രോണി ചെയ്യണം, മേടിക്കാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആ 2 കോടി കൂടി ഞങ്ങൾക്ക് തേക്കുന്നതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യല്ലേ? എന്താ നമ്മൾ ഒരു ചെറിയൊരു ഇതൊക്കെ വേണ്ടേ? ഇല്ലേ? മാമുക്കോയെ പറയണ പോലെ ഒരു സിനിമയിൽ മറ്റേ 4 രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതാപചന്ദ്രനും മാമുക്കോയെ കൂടി ഇരിക്കണേണ്. അപ്പൊ പ്രതാപേന്ദ്ര മേനോനെ മാമുക്കോയോട് പറയുന്നുണ്ട്, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ നിന്നൊന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ മാമുക്കോയ അവര് 4 പേര് മാത്രമല്ല, മാമുക്കോയ ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കണേ. അപ്പൊ തനിക്ക് മറ്റേ ബാംഗ്ലൂരിലെ ഡിസ്റ്റിലറി അതുണ്ട്, പിന്നെ മകളുടെ മറ്റേ സീറ്റും അവിടുത്തെ ഏക്കറാണെങ്കിൽ സ്ഥലം അതുകൊണ്ട്. അല്ല, നമ്മൾ മുമ്പിൽ ഇരിക്കുമ്പോഴെങ്കിലും ഒരു സത്യം പറഞ്ഞൂടെ? അല്ലാതെ വെറുതെ എല്ലാവരും ശരിയാ നാട്ടുകാരുടെ മുമ്പിൽ ഇതൊക്കെ പറയാ, ഞാൻ എന്താ രാഷ്ട്രീയത്തിലൂടെ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല, അത് ശരിയല്ലേ? അപ്പൊ ഇത് ആര് മേടിച്ചു? അപ്പൊ ഇതിൽ അന്വേഷണം വേണ്ടേ? ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം അത് വെളിപ്പെടുത്തിയിട്ട് വേണ്ടേ ബാക്കി വാർത്ത കൊടുക്കാൻ? ഇപ്പൊ ഇതിൽ ഈ PV എന്ന് പറയുന്നത് ഞാനല്ല എന്ന് പറഞ്ഞേക്കണം ഒറ്റ രാഷ്ട്രീയ നേതാവുള്ളൂ, അത് പിണറായി വിജയനാണ്. ഓക്കെ, ED അന്വേഷിച്ചോട്ടെ. പക്ഷെ ഈ കൈകൾ ശുദ്ധമാണ് ഇന്നലെ പിണറായി പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ ആൻഡോ അഗസ്റ്റിനും അജിംസും ഒക്കെ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ കൈകൾ ശുദ്ധമാണ്, ഞങ്ങൾ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. കൈപൊക്കിയാൽ മതി. കൈപൊക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, മേടിച്ചു. അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറുത് ഒരു അത്യാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്ത്, ജസ്റ്റ് അവിടെ ചെന്ന് ബിരിയാണി മേടിക്കാൻ നോക്കുമ്പോൾ കൈ കാശില്ലായിരുന്നു. അതുകൊണ്ട് പുള്ളിയോട് ജസ്റ്റ് ഒരു 5 കോടി രൂപ എന്ത് ചെയ്ത് ബിരിയാണി ജസ്റ്റ് അവിടെ ചെന്നപ്പോ പല ബിരിയാണികളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ താജ് എക്സോട്ടിക്കോ ഗോവയിലൊക്കെ ബിരിയാണിക്ക് വില കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ പല കാര്യത്തിന് വേണ്ടി ചെറിയൊരു അത്യാവശ്യം വന്നപ്പോ നമ്മൾ എന്ത് ചെയ്ത് 5 കോടി രൂപ മേടിച്ചെന്ന് പറ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണോട്ടാ, ഈ കമ്പനി കൊച്ചിയിലുള്ളതാണ്. അവിടെ വർക്ക് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. അവരൊക്കെ റിസൈൻ ചെയ്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ കുറെ പേര് അവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, CFO ആയിട്ട് വർക്ക് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ വാതുറന്നും സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. അവർ ഉറുദുവോ സ്പാനിഷോ മറ്റേ വേറെ ലാംഗ്വേജ് ഒന്നുമല്ല സംസാരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ പലരും പറഞ്ഞ് പല ആളുകൾക്കും പല കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അത് പുറത്ത് വരില്ല. കാരണം എന്താ? ഇത് മേടിക്കാത്ത അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്ന പോലെ എല്ലാവരും CMRLുമായി ബന്ധപ്പെട്ടിട്ട് മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നതുമായി, പുഴയിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ പ്രതിഷേധങ്ങളെ കുറിച്ചൊന്ന് വാർത്തകൾ പ്രീത കണ്ടുണ്ട? ഞാനൊരു 10 എണ്ണം കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കി. അപ്പൊ ആ 10 എണ്ണത്തിൽ ഈ പറഞ്ഞ മീഡിയ വണ്ണിന്റെ വാർത്തയുണ്ട്, അതുപോലെ മറ്റു ചില മാധ്യമങ്ങളുടെ വാർത്തയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ വലിയ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒന്നും വാർത്തയില്ല. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. വാർത്ത ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മള് വാർത്ത ഉള്ളത് തന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ജനത്തെ നമ്മൾ തൂക്കിലേറ്റണം എന്നുള്ള വാർത്തയാണ്. അതായത് മലിനജലം ഉണ്ടല്ലോ, അവൻ വെറും വൃത്തിയേറ്റവനാണ്, അവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം, തൂക്കിലേറ്റണം എന്ന് പറയുന്ന വാർത്തയാണ്. പിന്നെ 100-200ഓളം സ്ഥാപനങ്ങൾ ഈ പെരിയാറിന്റെ ചുറ്റുമുണ്ട്. അതിൽ നിന്ന് മുഴുവൻ മലിനജലം ഇറക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാധാരണ ഒരു വാർത്തകൾ വരാറില്ല. അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ, ഈ വാർത്തകൾ കൊടുക്കാതിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ അനുസരിച്ച് മൂല്യങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. അത്രക്കൊക്കെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഇവർക്കുള്ളൂ, അതിനൊന്നും തെറ്റില്ല. പക്ഷെ എന്നാലും പ്രജിത 5 കോടി മേടിച്ച് കൈ വെച്ചിട്ട് പിന്നെ എൻ്റെ 2 കോടി മേടിച്ച് മോശമല്ലേ എന്ന് പറയണതിൽ ഒരു ചെറിയ എന്തുണ്ട്, ഒരു അസ്ക്യത കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും. പ്രജിത മേടിച്ചിട്ടുണ്ട്, തൊട്ടിപ്പുറത്തിരിക്കുന്ന മറ്റേ ഭാസ്കരനും മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് പ്രജിത വന്നിട്ട് പറഞ്ഞേ ഞാൻ 10 കോടി മേടിച്ചു, അത് പക്ഷേ കാര്യം ശരിയാണ് രേഷേ, പക്ഷെ 1 കോടി മേടിച്ച വൃത്തികളല്ലേ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്നാണ്. പിന്നെ മറ്റത്
ഒരു IT സർവീസ് കൊടുക്കാമെന്നോ, ഇപ്പം അത് ചർച്ചയിലേക്ക് കൊണ്ടുപോകണ്ട, കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ എക്സ്പെർട്ടൈസ് ചെയ്യാമെന്നോ പറഞ്ഞ് ഒരു ലീഗൽ കോൺട്രാക്റ്റ് വഴി വൈറ്റ് മണിയായി കൈപ്പറ്റിയതാണ്. മറ്റത് അതുമല്ല. ഏത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ജസ്റ്റ് ഒന്ന് കണ്ണടക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കണാണ്, കൊടുത്തേക്കണാണ്. പിന്നെ CPM പോലൊരു പാർട്ടിയൊക്കെ ഒന്ന് തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ, CPM പോലൊരു പാർട്ടിയൊക്കെ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഇതൊക്കെ പുറത്തു വരും കേട്ടാ. മനസ്സിലായോ? CPM അല്ല ഞാൻ പറയണത്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഒറ്റക്ക് തുനിഞ്ഞിറങ്ങിയാൽ പോലും ഇത് പുറത്തു വരും. ഏത് തെങ്ങൾക്ക് തോന്നട്ടാ, പിണറായി വിളിച്ചിട്ട് കരിവിളക്കറുത്തോട് ചോദിക്കുകയാണ്, മറ്റേ ഇത് ആരാണ്, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഒന്ന് കൊടുക്കാതിരിക്കോ? കൊടുക്കാതിരിക്കില്ല. മുഖ്യമന്ത്രി പോലും ആകണ്ട അതിന്. കാരണം വെച്ചാൽ CPM വിചാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീരുമാനിക്കുകയോ ചെയ്താൽ, അങ്ങനെ ചെയ്യുമോ എന്നുള്ള അർത്ഥത്തിലല്ല. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ വർക്ക് ചെയ്യാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യും, നടക്കും. അതുകൊണ്ട് മറ്റേ പൂക്കുറ്റിയും മറ്റേ നമ്മുടെ ഇതൊക്കെ മേടിച്ച് കമ്പിത്തിരിയും ഒക്കെ മേടിച്ച് കത്തിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആദ്യം തന്നെ എന്ത് ചെയ്യും, പിന്നെ ആരെങ്കിലും ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ പോലും നടക്കട്ടെ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് തുനിഞ്ഞിറങ്ങിയാൽ പോലും. പിന്നെ തെളിവൊന്നും ഉണ്ടാവില്ല, കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത് കാശായിട്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യില്ല. പക്ഷെ മൊഴികളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം. ഇപ്പൊ ജനങ്ങൾ ഇതൊക്കെ കൂടി ഇടക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് പറയുന്നില്ല.